സ്വന്തം അമ്മയുടെ കരൾ വരെ മാറ്റിവെക്കേണ്ടി വന്ന കാരണക്കാരി അനാമിക അവളുടെ അമ്മയുമാണെന്ന് അഭിയുടെയും ജലജയുടെയും വായിൽ നിന്ന് ആദർശ് തിരിച്ചറിയുകയാണ്. ജലജയുടെയും അഭിയുടെയും സംസാരം മുഴുവൻ ആദർശ് കേൾക്കുന്നുണ്ട്. എല്ലാം അറിഞ്ഞിട്ടും സ്വന്തം കുഞ്ഞിനെ വരെ കൊല്ലാൻ കൂട്ടുനിൽക്കുകയായിരുന്നു അഭി എന്നുള്ള കാര്യം ആദർശിനെ ഏറെ ദേഷ്യപ്പെടുത്താണ്. എല്ലാം അറിഞ്ഞ ആദർശ് അവസാനമായിട്ട് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഈ തീരുമാനം കേട്ട് അനാമികയും വീട്ടുകാരും ജലജയും അഭിയൊക്കെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. മനുഷ്യത്വം ഇല്ലാത്ത ഇവരെ പടിയിറക്കി വിടാൻ തീരുമാനിക്കുകയാണ് ആദർശ്. അതിനോടൊപ്പം തന്നെ കട്ട സപ്പോർട്ടായിട്ട് മുത്തശ്ശന് നിൽക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് അനാമികയും അനിയാണ്. അനാമിക അനിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ഓ, ഞാൻ കരുതിയ പോലെ തന്നെ ആയി. ഒരു പേപ്പറും ബുക്കും എടുത്ത് എവിടെയെങ്കിലും കാണുന്നു ഞാൻ പ്രതീക്ഷിച്ചതാ. ഏതായാലും നിന്റെ ജീവിതം ഈ പെന്നിലും ബുക്കിലും തീർന്നടാ. അനാമികെ, നീ വഴക്കുണ്ടാക്കാൻ വന്നിരിക്കാനോ? എനിക്കിപ്പോ വഴക്കുണ്ടാക്കാനുള്ള മൂഡില്ല. തൽക്കാലം നീ ഒന്ന് പോയി തരൂ. അതേടാ, ഞാൻ പോയി തരാ തന്നെയായിരിക്കും നിനക്ക് വേണ്ടത്. എനിക്ക് പകരം ഇപ്പൊ ഇവിടെ നന്ദു ആയിരുന്നെങ്കിലേ നീ ഒരു ചെയർ എടുത്ത് നിന്റെ മുന്നിൽ ഇരുന്നോളാൻ പറയും. നിനക്ക് നോക്കിയിരുന്ന കവിത എഴുതാലോ. ദേ അനാമികെ, നീ വെറുതെ എന്നോട് വഴക്കിടാൻ വന്നതാണോ? എന്നാ ഞാൻ ആ ഒരു മൂഡിലല്ല. ഓ, മൂഡ് വേറെ ആയിരിക്കും. ഇപ്പൊ വിരഹകാമുകനല്ലേ, അപ്പൊ പിന്നെ പ്രണയലേഖനം ആയിരിക്കും എഴുതുന്നത്. അതെടി, ഞാൻ വിരഹകാമുകൻ തന്നെയാ. ഞാൻ ഈ അവസ്ഥയിലാവാൻ കാരണേ മറ്റാരുമല്ല, നീ ഒറ്റൊരുത്തിയാ. എനിക്കിഷ്ടമല്ലാതെ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നീ എന്നെന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നോ അന്ന് എന്റെ കഷ്ടകാലം തുടങ്ങിയതാ. അപ്പൊ പിന്നെ എന്റേതോ? ഞാൻ ഓരോ ദിവസവും നിന്റെ കൂടെ സഹിച്ചാ നിൽക്കുന്നത്. നിനക്ക് എന്നോട് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഇല്ലെന്നറിയാം. പക്ഷേ എന്റെ അച്ഛനും അമ്മയും എനിക്ക് വിഷമിപ്പിക്കാൻ വയ്യ. എന്ത് ചെയ്യാനാ? ഞാൻ തന്നെ കണ്ടെത്തിയതല്ലേ നിന്നെ. ആര് പറഞ്ഞു നിന്നോട് എന്നെ കണ്ടെത്താൻ? ഞാനൊന്നും പറഞ്ഞതല്ലോ. എന്റെ കവിത ഇഷ്ടപ്പെട്ട ഒരു ആരാധികയാണ് നീ. അത്രമാത്രം ഞാൻ നിനക്ക് എന്റെ മനസ്സിൽ സ്ഥാനം തന്നിട്ടുള്ളൂ. എന്നാൽ നീ അതിൽ നിന്നൊക്കെ കാട് കയറി ചിന്തിച്ചു. അതേടാ, നിന്റെ കവിത ഇഷ്ടപ്പെട്ട് നിന്നെ സ്നേഹിച്ചതാ എന്റെ ഭാഗത്ത് വന്ന തെറ്റ്. ആ, അത് ശരിയാ. എന്തായാലും ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നീ എന്റെ കവിത ഇഷ്ടപ്പെട്ടോണ്ട് വന്നതല്ലെന്നുള്ള കാര്യം. നീയെ എന്നെയോ എന്റെ സ്കില്ലിനെയോ അല്ല ഇഷ്ടപ്പെട്ടത്. നീ എന്റെ സ്വത്തും സമ്പത്തും മാത്രമല്ല ലക്ഷ്യമിട്ടത്. അതെനിക്ക് 100% ഉറപ്പുണ്ട്. നീയും നിന്റെ അച്ഛനും അമ്മയും പണത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാ. അനി, അനാവശ്യം പറയരുത്. അനാവശ്യോ? ആരനാവശ്യം പറഞ്ഞു? ഞാൻ ഒരു അനാവശ്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ വ്യക്തമായി തെളിവോട് കൂടി തന്നെയാ പറയുന്നത്. ഇത് കേട്ടപ്പോ അനാമിക പിന്നെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ആ സമയത്ത് അനി പറയുന്നുണ്ട്, അതെ ദയവ് ഇതെന്റെ മുമ്പിൽ നിന്ന് പോയി തരൂ. കുറച്ചു നേരം നിന്നിൽ നിന്നൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാ ഒരു പെന്നും പേപ്പറും എടുത്ത് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നും എന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുവാണോ നീ? ഞാൻ പോയി തന്നേക്കാം. ഞാൻ ഇവിടുന്ന് പോയി തന്നാ നിനക്ക് കുറച്ചുകൂടി സൗകര്യമാവല്ലോ. എങ്കിൽ പിന്നെ അത് നടക്കട്ടെ. ഇതും പറഞ്ഞ് അനാമിക അവിടുന്ന് ദേഷ്യം പിടിച്ച് പോവാണ് കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് ദേഷ്യം വന്ന് ടേബിളിലിട്ട് ഒരൊറ്റ കുത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അബിയെയും നവ്യയാണ്. അബിയുടെ അടുത്തോട്ട് ജലജ വരുന്നുണ്ട് കേട്ടോ. അബിയാണെങ്കിൽ നവ്യയുടെ കാലിന് മസാജ് ഇട്ടോണ്ടിരിക്കാൻ കേട്ടോ. ആ സമയത്ത് ജലജ അങ്ങോട്ട് വന്നിട്ട് ഒരുമാതിരി രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഹോ, എനിക്ക് തന്നിട്ടുണ്ട് ദൈവം ഒരു മോന്. അവനൊരു പെൺകോന്തനായിപ്പോയി. അത് മാത്രമല്ല ഒരു കിഴങ്ങനും ആയിപ്പോയി. അപ്പൊ നവ്യ ചിരിച്ചോണ്ട് പറയുന്നുണ്ട് കേട്ടോ. ആഹാ, ഇപ്പോഴെങ്കിലും സ്വന്തം മകനെ മനസ്സിലാക്കിയല്ലോ. എന്തായാലും അമ്മ ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഇവനൊരു പെൺകോന്തനും കിഴങ്ങനും തന്നെയാണ്. അതെടി, നീ എന്നെന്റെ മകനെ പരിചയപ്പെട്ടോ അന്ന് മുതൽ എന്റെ മകൻ ഒരു പെൺകോന്തനും കിഴങ്ങനും ആയിപ്പോയി. അതെ, നിങ്ങളുടെ മകനെ ഓരോ ആഴ്ചയും ഓരോ പെൺകുട്ടികളുടെ ജീവിതം തകർത്തോണ്ടിരിക്കുക. എന്തോ എന്റെ കഷ്ടകാലത്തിന് ഞാൻ അതിൽ കുടുങ്ങിപ്പോയി. എന്നാൽ ഞാൻ അവരെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാ അർത്ഥത്തിലും ഒന്നായിട്ട് നിങ്ങളുടെ മകൻ എന്റെ ജീവിതം തകർത്തു. പിന്നെ ഞാൻ അവനെ മറ്റൊരുത്തിയുടെ കൂടെ കഴിയാൻ വിടണോ? അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? അതെ, എന്റെ മകൻ ആരുടെയും ജീവിതം തകർത്തിട്ടില്ല. നീയാണ് എന്റെ മകന്റെ ജീവിതം തകർത്തത്. നീ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടല്ലേടി ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്. എന്നിട്ട് അവക്കൊരു ഗർഭവുമില്ല, മണ്ണാങ്കട്ടിയില്ല. പിന്നെ എന്തർത്ഥത്തിലടി നീ എന്റെ മകനുമായിട്ട് ഒന്നായത്? നിന്റെ ജീവിതം എന്ത് പേരിലടി എന്റെ മകൻ തകർത്തത്? നിങ്ങളൊരു അമ്മയാണല്ലോ. ഇത്രയൊക്കെ കേട്ടിട്ടും മകനെ ശാസിക്കാതെ എന്നെ കുറ്റപ്പെടുത്തുന്നു. നല്ല ഒരു അമ്മമാരുടെ ലക്ഷണമല്ല നിങ്ങൾ കാണിക്കുന്നത്. ആ സമയത്ത് ജലജ മനസ്സിൽ കരുതുന്നുണ്ട്, ഇതൊക്കെ ഈ കിഴങ്ങൻ എന്നെ കൊണ്ട് കേൾപ്പിക്കുകയാണല്ലോ. ആ സമയത്ത് അഭി പറയുന്നുണ്ട്, നവി നീ ഇന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ എന്തിനു നിർത്തണം? നിന്റെ അമ്മ തന്നെയല്ലേ എന്നെ ഓരോ അനാവശ്യ കാര്യങ്ങളും പറഞ്ഞ് ചൊടിപ്പിക്കുന്നത്. ആദ്യം അവരോട് നീ അത് നിർത്താൻ പറ. ഇല്ലെങ്കിലേ എനിക്ക് ഈ വീട്ടിൽ പലതും വിളിച്ച് പറയേണ്ടി വരും. അപ്പൊ അഭി പറയുന്നുണ്ട്, എന്റെ നവ്യ, നീ ഇതിനെ തൊട്ടതിനും പിടിച്ചതിനും അതിലേക്ക് കയറി പായുന്നത്. പിന്നെ ഞാൻ എന്ത് വേണം? നിന്റെ അമ്മ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് മിണ്ടാണ്ട് ഇവിടെ ഇരിക്കണോ? അതിനെ എന്നെ കിട്ടില്ല. സൂക്ഷിച്ചോ, അമ്മയ്ക്കും മകനും നല്ലതാ. എന്നാ മറുത്തൊന്നും ജലജയ്ക്ക് തിരിച്ചു പറയാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം പല രഹസ്യങ്ങളും ഇപ്പൊ നവ്യക്ക് അറിയാലോ. അപ്പോ ജലജ പറയുന്നുണ്ട്, എടാ അബി, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. നീ ഒന്ന് വന്നേ. ആ, ഞാൻ വരുന്നു അമ്മേ. എന്തായാലും നവ്യയുടെ മുന്നിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കട്ടെ അബി. അപ്പൊ നവ്യ പറയുന്നുണ്ട്, എങ്ങോട്ടാ? അവിടെ ഇരിക്കി. അല്ല നവ്യ, അമ്മ വിളിക്കുന്നു. ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ, പെട്ടെന്ന് വരാം. അത് പറ്റില്ല. ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പൊ ജലജ പറയുന്നുണ്ട്, ദേ നവ്യ, നീ എന്താ ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാണോ? ഏയ്, ഒരിക്കലും അല്ല. എന്തായാലും നിങ്ങൾ ചെയ്യുന്ന അത്രയൊന്നും ഞാൻ ചെയ്യുന്നില്ല. ആ സമയത്താണ് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശൻ വരുന്നത് കണ്ടപ്പോ തന്നെ നവ്യ കാലെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ താഴോട്ട്. കാരണം അബിയുടെ മടിയിലായിരുന്നു നവ്യയുടെ കാലുണ്ടായിരുന്നത്. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്,
അല്ല എന്തു പറ്റി നവ്യമോളെ, കാലിന് എന്തെങ്കിലും വേദനയുണ്ടോ? അത് പിന്നെ മുത്തശ്ശി, കാലിന് ചെറുതായിട്ട് നീര് വന്നതുപോലെ. അപ്പോൾ അബിയെ കൊണ്ടൊന്ന് തടവിക്കായിരുന്നു. അപ്പൊ ജലജ പറയുന്നുണ്ട്, ഇവള് തടവിക്കല്ല, എന്റെ മകനെ തടങ്കലിലിടുക. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഭാര്യയ്ക്ക് ഒരു അവശത വന്ന ഭർത്താവിന് ഒരു അവശത വന്ന ഭാര്യയും സഹകരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. എന്നാ നിന്നോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞത്? അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, വായെടുക്കടി. ജയേന്ദ്രൻ നിന്നെ ഒരുപാട് സഹിച്ചിട്ടുണ്ട്, പക്ഷെ നീ അവൻ ഒരിക്കലും സമാധാനം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാ അവൻ അവന്റെ മക്കളെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോവേണ്ടി വന്നത്. കൂടുതൽ നീയൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. അന്ന് നീ ഇതുപോലെ സഹകരിക്കാത്തതുകൊണ്ടാ നിന്റെ ജീവിതം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയത്. ഇല്ലായിരുന്നെങ്കിൽ ജയേന്ദ്രനോടൊപ്പം എത്ര സന്തോഷത്തോടെ നിനക്ക് ആ വീട്ടിൽ കഴിയാമായിരുന്നു. എല്ലാം വേണ്ടെന്ന് വെച്ച് നീ നിന്റെ മക്കളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ മനഃപൂർവ്വം കലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതൊന്നും ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല വസുന്ധരെ. സ്വന്തം മകളെ പോലെ കണ്ടുകൊണ്ട് നമ്മളെ മക്കളെക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിച്ചിരുന്നത് ജലജയായിരുന്നു. എന്നിട്ട് അവൾ നമുക്ക് തിരിച്ചു തന്ന സമ്മാനം ഇതൊക്കെ. അതൊക്കെ നമ്മൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചേ പറ്റൂ. അപ്പൊ ജലജ പറയുന്നുണ്ട്, അച്ഛ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ ജയേന്ദ്രന്റെ പേരും പറഞ്ഞ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്, അതെനിക്ക് ഇഷ്ടമല്ല. ഏത് നിമിഷവും ജയേന്ദ്രൻ വരും. ആ സമയത്ത് മക്കളിൽ നിനക്ക് മാത്രമല്ല അവകാശമുള്ളത്, ജയേന്ദ്രനും അവകാശമുണ്ട്. നീ നിന്റെ മക്കളെ വളർത്തിയെങ്കിലും അവകാശം ഒരിക്കലും വിച്ഛേദിച്ച് കളയാൻ പറ്റില്ല. നിന്റെ സ്വഭാവദൂഷ്യം കൊണ്ടാ ഈ ബന്ധം മുറിഞ്ഞു പോയത്. ഇല്ലായിരുന്നെങ്കിൽ സന്തോഷത്തോടു കൂടി നിന്റെ മക്കളെ കൂടെ നിനക്ക് ജീവിക്കായിരുന്നു. ഓ എന്റെ അച്ഛ, അത് പറയാതിരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. ഇതും പറഞ്ഞ് ദേഷ്യം പിടിച്ചോണ്ട് ജലജ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നാലെ തന്നെ അബിയും ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശ, അമ്മയുടെ ഭർത്താവാണ് രാജേന്ദ്രൻ. അതെ, മോളറിയാത്ത പല രഹസ്യങ്ങളും അവളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതൊന്നും മുഴുവനായി നമുക്ക് മോളോട് പറയാൻ പറ്റില്ല. എനിക്കത് അറിയണമെന്നില്ല മുത്തശ്ശ. അതറിയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അബി ജലജയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നതാണ്. അമ്മ എന്തിനാ വിഷമിക്കുന്നേ? പിന്നെ ആ കിളവനും കിളവിയും പറഞ്ഞത് നീ കേട്ടില്ലേ? നമ്മളോട് ഇഷ്ടമില്ലാത്ത അയാളെ കുറിച്ച് നമ്മൾ എന്തിനാ അമ്മ ആലോചിക്കുന്നേ? മുത്തശ്ശനും മുത്തശ്ശിയും കുറച്ചു കൂടിയിട്ടുണ്ട് അമ്മയെ കൊച്ചാക്കല്. അതേ മോനെ, പല തവണയായി അവർ ഈ രീതിയിൽ സംസാരിക്കുന്നു. ഞാനിവിടെ നിൽക്കുന്നത് അവർക്കിപ്പോൾ ഒരു അധികപ്പറ്റിയാ. പക്ഷേ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു തൂങ്ങിയേ പറ്റൂ. എന്നാലല്ലേ നമുക്ക് കിട്ടേണ്ടത് കിട്ടൂ. ഇല്ലെങ്കിൽ ആ രാജേന്ദ്രൻ മുന്നിൽ ഞാൻ ഒന്നും അല്ലാതായി പോവും. അതെ അമ്മേ, അത് പിടിച്ചെടുക്കാൻ നമ്മൾ ഇനി ശ്രമിച്ചേ പറ്റൂ. പക്ഷെ മോനെ, നമ്മൾ ചെയ്യുന്ന എല്ലാം പരാജയപ്പെട്ടു പോവല്ലേ? എനിക്ക് ആകെ നിന്നിലായിരുന്നു പ്രതീക്ഷ. നീ കോടീശ്വരിയായ ഒരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ട് വന്ന് അതിൽ നിന്നും നല്ലൊരു തുക ഉണ്ടാക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെയെങ്കിലും എന്റെ മകൻ പണക്കാരനാവുമല്ലോ. അത് മാത്രമല്ല, ഇവിടുന്ന് കിട്ടുമ്പോൾ അതും നമുക്കുണ്ടാകും. കോടികൾ ആസ്തിയാ അനന്തപുരിയിലുള്ളത്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കോടീശ്വരന്മാരാ. പക്ഷെ നീ എന്റെ എല്ലാ പ്രതീക്ഷയും കൊണ്ടു കളഞ്ഞു. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഇത് ചെളി ചവിട്ടുന്ന ഒന്നിനും കൊള്ളാതെ ഒരു കുടുംബത്തിനായി ഇവന് കിട്ടിയത്. അമ്മേ, ഇനി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ അമ്മേ കാര്യം? നീയേ ആ അനിയെ കണ്ടു പഠിക്ക്. അവൻക്ക് നല്ല സാമർഥ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ അവൻ കോടികൾ ആസ്തിയുള്ള വീട്ടിൽ നിന്ന് പെണ്ണിനെ കെട്ടിയത്. പ്രണയിക്കുകയാണെങ്കിൽ അതുപോലൊരു പെണ്ണിനെ പ്രണയിക്കണം. അതിനെങ്ങനാ? നിനക്ക് ബുദ്ധി വിവരം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ കിഴങ്ങാന്ന് വിളിച്ചത്. ദേ അമ്മ ഇനി വെറുതെ അതും പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നീയൊന്ന് തിളയ്ക്കാതിരിക്കടാ. നീ തന്നെ വരുത്തി വെച്ചല്ലേ ഇതൊക്കെ. ഇപ്പൊ ആ അനിയുടെ ജീവിതം നന്നായിട്ട് പോകുന്നത്. അതെങ്ങനെയെങ്കിലും ഒന്ന് കുട്ടിച്ചോറാക്കണം. മിക്കവാറും അനി തന്നെ അവളെ ഡിവോഴ്സ് ചെയ്യുന്ന തോന്നുന്നത്. അവനും നിന്റെ ഭാര്യമാരുടെ അനിയത്തിയില്ലേ, ആ ഒന്നിനും കൊള്ളാത്ത കുടുംബത്തിൽ മൂന്നാമതൊരുത്തി, അവളെയാ വേണ്ടത്. അതിനെന്തായാലും മിക്കവാറും ആ അനാമികയെ തട്ടു. എന്നാലും ഈ അനിക്കിത് എന്തിന്റെ കേടാമേ? അവന്റെ കൈവെള്ളയിൽ വന്നതാ തട്ടിക്കളയുന്നത്. എന്ത് ചെയ്യാനാ മോനെ? അവന് ഭാവയാര്യത്തെ കുറിച്ച് ഒരാലോചനയും ഇല്ല. അവനാ ആദർശിന്റെ തനി പകർപ്പാ. മോനെ, ആദർശ് ഭാഗ്യവാനാ. അതുകൊണ്ടേ അവന്റെ ഭാര്യ കമ്പനിക്ക് കോടികളാ ഉണ്ടാക്കി കൊടുത്തത്. അവൾ അങ്ങനെയെങ്കിലും കോടികൾ കൊണ്ടുവന്നെന്ന് പറയാം. എന്നാൽ നിന്റെ ഭാര്യയ്ക്ക് എന്ത് മണ്ണാങ്കട്ടേ ഉള്ളത്? എന്നാൽ കൃത്യസമയത്താണ് ആദർശ് ഓഫീസിൽ നിന്ന് വീട്ടിലോട്ട് വരുന്നത്. ഇവരുടെ ഡോറിന്റെ അടുത്തൂടാണ് കേട്ടോ ആദർശ് മുറിയിലോട്ട് പോകുന്നത്. ആ സമയത്താണ് ജലജ ഇങ്ങനെ പറയുന്നത് ആദർശിന്റെ കാതിലൊടുക്കുന്നത്. ആ അനാമികയും അവളുടെ അമ്മയും കൂടി വിഷം കലർത്തിയ പാല് നവ്യക്ക് കുടിക്കേണ്ടതായിരുന്നു. അന്നത്തോടുകൂടി അവളുടെ കുഞ്ഞും തീർന്നേനെ. അതിനെങ്ങനെയാ ആ കലയ്ക്ക് വിഷം എടുത്ത് കുടിച്ചത്? ഏട്ടത്തിയായി പോയില്ലേ? എല്ലാം നമുക്ക് തിരിച്ചടി തന്നെയാ. സത്യം പറയാലാമേ, അന്ന് രാത്രി ഞാൻ ഒരുപാട് സന്തോഷിച്ചതാ. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു അവളും അങ്ങ് പൊയ്ക്കോളല്ലോ എന്ന് കരുതിയിട്ട്. അതൊക്കെ നമുക്ക് തിരിച്ചടിയായിട്ടാ വന്നതമ്മേ. അപ്പൊ ജലജ പറയുന്നുണ്ട്, എന്നാലും അവർ എന്ത് വിഷമായിരിക്കും കലക്കി കൊടുത്തത്? അതെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവക്കൊരു ജ്യൂസ് കൊണ്ട് കലക്കി കൊടുത്തേനെ. എന്നാൽ ഇത് കേട്ടിട്ട് ആകെ പകച്ചു നിന്ന് പോവാണ് ആദർശ്. അപ്പോ എന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയത് അനാമിക അവളുടെ അമ്മയായിരുന്നു. ഇവരും അതിന് കൂട്ടുനിന്നല്ലേ? ഒരു ജീവനെ പോലും കൊല്ലാൻ മടിയില്ലാത്ത നശിച്ച ജീവങ്ങളായി ഇവരൊക്കെ. നോക്കിയോ, ഇനി ഇവരെ ഒന്നും ഞാൻ വെറുതെ വിടുന്നു കരുതണ്ട. എന്റെ അമ്മയെ അവസ്ഥയിലാക്കിയത് അവൾ ഒറ്റ ഒരുത്തിയായിരുന്നു, അനാമിക. ഇതിലെന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയാം. ഇതും പറഞ്ഞ് ആദർശ് അവരുടെ ഡോറിന് മുന്നിലോട്ട് നിൽക്കാൻ കേട്ടോ. ആ സമയത്ത് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ജലജ ആദർശിനെ കാണാന്, അയ്യോ
എടാ ആദർശ് എന്ന് പറഞ്ഞപ്പോ തന്നെ അഭി പറയുന്നുണ്ട്, അവനോട് പോവാൻ പറയാമേ, എനിക്ക് അവന്റെ കഴുത്ത് എറിച്ച് കൊല്ലാനാ ദേഷ്യം, അവൻ എങ്ങനെയെങ്കിലും കൊല്ലണം എനിക്ക്. അപ്പൊ ജലജ ഇങ്ങനെ കണ്ണോണ്ട് ഓരോ കോപ്രായം കാട്ടുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ അഭി പറയുന്നുണ്ട്, എന്താ അമ്മയൊന്ന് തെളിയിച്ച് പറ. അപ്പൊ ആദർശ് കൈ കൂട്ടിയിട്ട് ഇങ്ങനെ അഭിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താടാ നിനക്ക് അറിയേണ്ടത്, ഞാൻ പറഞ്ഞുതരാടാ. ഇനി അഥവാ ആരെങ്കിലും കൊല്ലാൻ പ്ലാൻ ചെയ്യാണോ, അങ്ങനെയാണെങ്കിൽ നേരത്തെ പറയണേ, അതിനു മുന്നേ നിങ്ങൾക്കുള്ള ചെയ്ത് ഒരുക്കി വെക്കാൻ എനിക്ക്. അപ്പൊ ജലജ സോപ്പിട്ട് വരുന്നുണ്ട്. അയ്യോ ആദർശേ മോനെ, മിണ്ടരുത്, മാറി നിൽക്ക് സ്ത്രീ അങ്ങോട്ട്. ഇന്ന് മുതൽ ഞാനും എന്റെ കുടുംബവും നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് നാണമില്ലല്ലോ. ഈ വീട്ടിൽ എന്റെ മുത്തശ്ശനും ഒരു അഭയം തന്നു. ആ അഭയം ദൈവത്തിനെ കാരുണ്യാക്കി കാണാതെയും കണ്ടിട്ട് നിങ്ങൾ ഈ വീട്ടിൽ ഓരോരുത്തരെ കൊന്നുകൊണ്ട് ഹരം കണ്ടെത്തുകയാണോ? അയ്യോ മോനെ, അങ്ങനെയല്ലടാ. ആ അനിയുടെ ഭാര്യ അനാമികയില്ലേ, അവളും അവളുടെ അമ്മയും ചേർന്ന് ആ പാലിൽ വിഷം കലർത്തിയത്. ആണോ? അപ്പൊ പാലിൽ വിഷം കലർത്തിയ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അത് മാറ്റിവെച്ചില്ല, അത് കളഞ്ഞില്ല? അപ്പൊ എന്റെ അമ്മ കുടിച്ചില്ലായിരുന്നെങ്കിൽ നവ്യ അത് കുടിച്ചോട്ടെ എന്നല്ലേ? അങ്ങനെ 2 ജീവൻ പൊക്കോട്ടേന്ന് അല്ലേ? ആ സമയത്താണ് നയന അങ്ങോട്ടേക്ക് വരുന്നത്. അതിന് പിന്നാലെ തന്നെ നവ്യം വരുന്നുണ്ട് കേട്ടോ. ആദർശേട്ടാ, എന്താ ആദർശേട്ടാ? നവ്യ, എന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയത് ആ അനാമിക അവളുടെ അമ്മയാ. അതിന് കൂട്ടുപ്രതികളായിരുന്നു ഇവര്. നീ കാച്ചി വെച്ച പാലില് വിഷം കലർത്തിയത് അവളുടെ അമ്മയും കൂടിയാ. ആ മെനകെട്ടവളെ ഞാനൊന്ന് കാണട്ടെ. എന്താ? അപ്പോ നമ്മൾ സംശയിച്ച പോലെ തന്നെ അവളുടെ അമ്മയായിരുന്നല്ലേ ഇതിന് കാരണക്കാരി? അതേ നയനെ. എന്നാ ആ കുഞ്ഞിനെയും കൂടി കൊല്ലം കൂടി നിൽക്കുകയായിരുന്നു ഇവരും. നിങ്ങളൊരു അമ്മയല്ലായിരുന്നോ? ഈ അബിയെയും നിങ്ങളുടെ പെൺമക്കളെയും നിങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞിനെ കാണാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലായിരുന്നു? അതേ ആഗ്രഹം തന്നെ ഇവന്റെ ഭാര്യയായി നവ്യയ്ക്കും ഉണ്ടാകില്ലേ? അപ്പൊ നവ്യ പറയുന്നുണ്ട്, ആദർശേട്ടാ, എനിക്കിത് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ തെളിവില്ലാത്തതുകൊണ്ട് എനിക്കിത് പറയാൻ പറ്റാതിരിക്കുമായിരുന്നു. ഏതായാലും ആദർശേട്ടൻ തന്നെ ഇത് കേട്ടില്ലേ, ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തേ പറ്റൂ. ആദർശാണെങ്കിൽ നേരെ പോയിട്ട് അബിയുടെ ഷോൾഡറിൽ പിടിച്ചിട്ട് വാട ഇങ്ങോട്ടെന്ന് പറഞ്ഞ് വലിച്ചഴിച്ചുകൊണ്ട് ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് ബഹളം കേട്ട് എല്ലാവരും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ മുത്തശ്ശ പറയുന്നുണ്ട്, എന്താ ആദർശ അബിയെ പിടിച്ചിരിക്കുന്നത്, അവരെ വിട്. മുത്തശ്ശ, ഇവൻ ചെയ്തത് കേട്ട് കഴിഞ്ഞാ ഇവന് വിടാനല്ല പറയാ, ഇവനെ കത്തിച്ച് ചാമ്പലാക്കാൻ പറയൂ എല്ലാവരും. എന്താ ഇവിടെ ഉണ്ടായത്? ആ സമയത്ത് ആദർശെല്ലാം പറയുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സ്ഥലത്ത് എല്ലാം സൈലന്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആകെ ഞെട്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അനാമികയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് തല താഴ്ത്തി മെല്ലെ അവിടുന്ന് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ദേവ്യാനി അനാമികയുടെ മുന്നിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് കാരണം നോക്കി ഒരെണ്ണം പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എടി, നീയാണ് അപ്പൊ എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി അല്ലേടി? എന്നിട്ട് നീ എന്റെ നയനമോളെ ഓരോന്ന് പറഞ്ഞ് എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അമ്മ അവിടുന്ന് മാറി നിൽക്കാമേ, ഇവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുക്കും. മുത്തശ്ശൻ എനിക്ക് അതിന് അനുവാദം തരണം. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ അതിനോട് യോജിക്കും. അച്ഛാ, ആദർശേ, ഈ തീരുമാനത്തിൽ ഞാൻ നിന്റെ കൂടെയാ. ചെറിയച്ഛനോ, ഞാനും നിന്റെ കൂടെ തന്നെയാ. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് പുറത്തു പോകേണ്ട ചിലവരുണ്ട്. ആദ്യം ദേ ഈ നിൽക്കുന്ന സ്ത്രീയാ. ഇതും പറഞ്ഞ് ജലജയുടെ മേലോട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേട്ടോ ആദർശ്. ഈ നിൽക്കുന്ന ഒരൊറ്റ സ്ത്രീ കാരണമാ ഇവൻ ഇത്രയും മോശക്കാരനായത്. ഇവരെവിടുന്ന് പുറത്താക്കിയേ പറ്റൂ മുത്തശ്ശ. മോനെ, ഞാൻ പറയുന്നത് ഞാനൊന്നും കേൾക്കാൻ തയ്യാറല്ല. ഇന്ന് ഈ നിമിഷം ഈ വീടിന്റെ പടി ഇറങ്ങിക്കോണം. കേട്ടല്ലോ ഞാൻ പറഞ്ഞത്? മോനെ, ഈ സമയത്ത് ഞാൻ എങ്ങോട്ടും മിണ്ടരുത്, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളണം. പിന്നെ അനാമികയുടെ അടുത്തോട്ടാണ് ആദർശ് ചെല്ലുന്നത്. എടാ അനി, നീ പറഞ്ഞപ്പോഴൊന്നും നിന്റെ ഭാഗത്തെ ന്യായം ആരും മനസ്സിലാക്കിയില്ല. അവസാന നിമിഷം നിന്റെ ഈ നിൽക്കുന്ന അമ്മയോട് ഞാൻ പറഞ്ഞതാ ഈ കല്യാണം വേണ്ടാന്ന്. അപ്പൊ ഇവര് ഭീഷണിപ്പെടുത്തി ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞിട്ട്. ആ സമയത്ത് ജാനകി താഴോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ജാനകി ആകെ ഇല്ലാതായി പോയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. എന്താ ഇപ്പൊ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നിങ്ങളുടെ മരുമകളാ ഈ ചെയ്തു കൂട്ടിയതിനൊക്കെ ഉത്തരവാദി. നിങ്ങളുടെ മരുമകൾ മാത്രമല്ല, നിങ്ങളുടെ മരുമകളുടെ വീട്ടുകാരും. ഇവരെ ദുഷ്ടകൂട്ടങ്ങളാ. ഇവരെക്കുറിച്ചുള്ള സത്യാവസ്ഥയൊക്കെ ഞാൻ തിരഞ്ഞു കണ്ടുപിടിക്കുന്നുണ്ട്. അനി, ഇവരുടെ കാര്യത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. നിന്നെ ഇഷ്ടപ്പെടാത്ത, നിന്നെ സ്നേഹിക്കാത്ത ഒരു പെൺകുട്ടി നിന്റെ ജീവിതത്തിൽ വേണ്ട. നിന്നെ സ്നേഹിക്കുന്ന ഒരു തുണയെ ഞാൻ മറ്റെവിടെന്നെങ്കിലും കണ്ടെത്തി തരും. ഓഹോ, അപ്പം നിങ്ങളുടെ ഭാര്യയുടെ അനിയത്തി നിങ്ങൾ അനിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണോ? അതെടി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിക്കോ നീ. നന്ദുവിന് ഇപ്പോഴും അനിയെ ഇഷ്ടമാണ്. ഈ ബന്ധം നടക്കുമെങ്കിൽ ഞാൻ ആ ബന്ധം നടത്തിക്കും. അനി, ഇവളുടെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്ക്. ബാക്കിയൊക്കെ ഇവരെക്കുറിച്ചുള്ള അന്വേഷണം കഴിഞ്ഞിട്ട് മതി. ഇത് കേട്ടപ്പോൾ തന്നെ അനാമിക്ക് ആകെ ടെൻഷൻ ആവാട്ടോ. കാരണം അവരെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇവര് 2 പേരുമാ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടത്. പിന്നെ അബി, നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാത്തത് നിന്റെ ഗർഭിണിയായി ഈ ഭാര്യ ആലോചിച്ച് മാത്രമാ. എന്നാ നിന്നെ ഞാൻ ഇവിടെ എങ്ങനെ പൊറപ്പിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും.
നാളത്തെ ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടായിരിക്കും. ഓക്കെ, ഇന്നലെ കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും നെക്സ്റ്റ് എപ്പിസോഡൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എത്രത്തോളം നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ഇടായിട്ടു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗായ്സ്, ലവ് യു ഓൾ.